നമസ്കാരം, എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വണ്ടൂരിലാണുള്ളത്. ഇവിടെ 1-2 ഡീലറെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് മുമ്പ് ചെയ്ത ഏകദേശം ഒരു 2 വർഷം മുമ്പ് ചെയ്തൊരു പ്രൊജക്റ്റ് ഇവരുണ്ടായിരുന്നു. ഒരു സ്കൂളാണ്, ഒരു 2 കിലോവാട്ട് സ്കൂൾ. അത് വന്നിട്ട് ഒരു ഗ്രേസ് പബ്ലിക് സ്കൂൾ എന്ന് പറയും. ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്കൂളാണത്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവരുടെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ. ആക്ച്വലി ഞാൻ അവരെ വിളിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ എന്താണ് സ്ഥിതി, ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് ഒന്ന് കയറി നോക്കാം എന്താണ് അവിടെ ഒരു അവസ്ഥ എന്നുള്ളത്. എത്രത്തോളം മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടോ, എന്തൊക്കെ ഞാൻ കുറച്ചായി കയറിയിട്ടപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുവരാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും സ്കൂളിൻ്റെ മുകളിലാണുള്ളത്. നമുക്കൊന്ന് മെഷീൻ എങ്ങനെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതാണ് 2 കിലോവാട്ട് മെഷീൻ. അതിൻ്റെ പാനലാണ് കാണുന്നത്. ഏകദേശം 250 വാട്ടിൻ്റെ 4 പാനലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. വാട്ട് വെച്ചിട്ട് 4 പാനൽ. അങ്ങനെയാണ് നമ്മൾ 2000 വാട്ട്സിൻ്റെ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റർണൽ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്, സ്ട്രിങ് ചെയ്തിരിക്കുന്നതിൻ്റെ. ഇത് വന്നിട്ട് പാനൽ വന്നിട്ട് 250 വാട്ട്സിൻ്റെ പാനലാണ്. ഒരു പാനൽ വന്നിട്ട് അങ്ങനത്തെ 8 പാനൽ വെച്ചിട്ടാണ് റിന്യൂസിയസ് എന്നുള്ള കമ്പനിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഇൻവെർട്ടറും ബാക്കി കാര്യങ്ങളും നോക്കാം. ഇവിടെ പാനൽ മാത്രമേ ഉള്ളൂ. ഇൻവെർട്ടറും ബാക്കി കാര്യങ്ങളും നമുക്ക് താഴെ നോക്കാം. സ്കൂളായതുകൊണ്ട് എല്ലായിടത്തും സേഫ്റ്റിയാണ്. കുട്ടികൾ ഒത്തിരി പേരുള്ളതാണ്. അതുകൊണ്ടാണ് ഗേറ്റ് വെച്ച് ഫുള്ള് ലോക്കഡാണ്. താഴെയാണ്, ഏറ്റവും താഴെ ഫ്ലോറിലാണ് ഇതാണ് അവരുടെ ഇലക്ട്രിക്കൽ റൂം. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ മെഷീനും ബാക്കി നെറ്റ് മീറ്ററും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മെഷീൻ നോക്കാം. മെഷീൻ വരുന്നത് സോൾസ് എന്നുള്ള ബ്രാൻഡിലെയാണ് വരുന്നത്. 2 കിലോവാട്ട് ഇൻവെർട്ടറാണ് വരുന്നത്. ഏകദേശം കാണാൻ പറ്റുന്നില്ല. ഇരട്ട ഇൻവെർട്ടർ സോൾസിൻ്റെയാണ് വരുന്നത്. പിന്നെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഫുള്ള് നെറ്റ് മീറ്ററും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. KSEB ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് SPD ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പവർ കൊടുത്തിരിക്കുന്നത് സോൾജിനാണ്. നമ്മളിപ്പോൾ കാണുന്നത് നെറ്റ് മീറ്ററിൻ്റെ ഫൈനൽ റീഡിംഗ് ആണ്. അതിനകത്ത് അതിൻ്റെ AC വോൾട്ടേജ്, PF, പവർ ഫാക്ടർ എത്രയാണ് വരുന്നത്, വോൾട്ടേജ് റേഞ്ച്, ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കും. ആംബിയർ എല്ലാം കാണിക്കും. അതിൽ നിന്ന് അവർ ഈ മീറ്റർ മുഖേന നമുക്ക് എത്രയാണ് നമ്മൾ കൊടുത്ത എനർജി, നമ്മൾ എത്രയാണ് കൺസ്യൂം ചെയ്തത് എല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ KSEBയിലേക്ക് അടയ്ക്കേണ്ടത്. നമ്മൾ ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. SPD ബാക്കി എല്ലാ പ്രൊട്ടക്ഷൻസും മസ്റ്റാണ്. ഒന്നാമത് KSEBക്ക് നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡിൽ ചെയ്യണം എന്നുള്ളതാണ്. മാർക്കിങ് കൊടുത്തിട്ടുണ്ടാവും. തിരിച്ച് സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ എല്ലാം അടച്ച് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കണ്ടു, സംസാരിച്ചു. പക്ഷേ മെയിനായിട്ടുള്ള ആൾക്കാരും ഇല്ല. എല്ലാവരും ചെറിയ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഒരു പേഴ്സൺ നമുക്ക് നോക്കി ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് കൊറോണ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നിട്ട് ഫുള്ളായിട്ട് നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് അതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കി കാര്യങ്ങളും പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ഒന്നുകൂടി ചെയ്യാൻ എന്തായാലും. അപ്പോൾ അതിൻ്റെ പറ്റില്ല ഇവരുടെ കമൻസും ബാക്കി കാര്യങ്ങളും നമുക്ക് എത്രത്തോളം എനർജി വരുന്നുണ്ട്, എത്രത്തോളം ഉപയോഗം അവർക്ക് വന്നു, എത്രത്തോളം അവർക്കത് ഉപയോഗപ്രദമായി, പിന്നെ എന്താണ് ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വർക്കിംഗ് നോക്കി. ഏകദേശം ഒരു 4 യൂണിറ്റ് 5 യൂണിറ്റ് ഇപ്പോൾ കയറിയുള്ളൂ അതിനകത്ത് ഈ സമയമാകുമ്പോഴത്തേക്ക്. നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ടാണ് അത്രയും കയറിയിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ.